ഹലോ, ഹായ്, നമസ്കാരം. ഔസേപ്പിന്റെ ഒസ്യത്ത് എന്ന സിനിമ ഉണ്ട്. സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാച്ചബിൾ സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. സിനിമ കൊള്ളായിരുന്നു. നമ്മൾ ഒരു നോർമൽ ഒരു ഫാമിലി മൂവി എന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ചാണ് സിനിമ കാണാൻ കയറിയത്. പക്ഷെ ഒരു ത്രില്ലർ മൂവിയാണ്. അതിനൊരു ഗംഭീര ഫിലിം, മസ്റ്റ് വാച്ച് മൂവി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു ഫിലിം തന്നെയാണ്. ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് ഫസൽ ഹസനാണ്. ശരത് ചന്ദ്രനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് ഫിലിം. നമുക്ക് ബോറടിക്കാണ്ട് കണ്ടിരിക്കാൻ പറ്റും. ഒരു ഈയിടയ്ക്ക് ഇറങ്ങിയ ഒരുപാട് ഫിലിംസ് വെറുതെ ചവറ് പോലെ കോമഡി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ബോറടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോമഡി ഫിലിം എന്ന് പറഞ്ഞിട്ട് കോമഡി ഇല്ല, അങ്ങനത്തെ അവസ്ഥകളൊക്കെയായിരുന്നു. പക്ഷെ ഇത് നല്ലൊരു ഫിലിം, അടിപൊളിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. സ്ക്രീൻ പ്ലേയും ഓക്കെ ആയിരുന്നു. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഔസേപ്പ് എന്ന ടൈറ്റിൽ ക്യാരക്ടറായിട്ട് വിജയരാഘവൻ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. പുള്ളിക്ക് സ്ക്രീൻ സ്പേസ് കുറവാണ് ഫിലിമിൽ. ആ ക്യാരക്ടർ എന്താണെന്നുള്ളതും പുള്ളി അനുഭവിക്കുന്ന ഇമോഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അത് പുള്ളി അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട റോള് നമ്മുടെ ദിലീഷ് പോത്തന്റെയും കലാഭവൻ ഷാജോന്റെയാണ്. ഇവർ രണ്ടുപേരുമാണ് ഈ സിനിമ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു, അടിപൊളിയായിരുന്നു. ഈ ഫിലിമിലെ ഓരോ സിറ്റുവേഷനിൽ പെർഫോമൻസ് ഒരുപാട് ഓവർ ആവാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നല്ല കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് രണ്ടുപേരും. കലാഭവൻ ഷാജോനായാലും ദിലീഷ് പോത്തനായാലും നല്ല ഒരു മീറ്റർ പിടിച്ച് തന്നെ അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഹേമന്ത് മേനോൻ, ലെന, കനി കുസൃതി, സെറിൻ ഷിഹാബ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിലെ മറ്റു താരങ്ങൾ. അധികം സ്ക്രീൻ സ്പേസ് ഇല്ല, എന്നാലും ഉള്ളത് നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ നമ്മുടെ വിജയരാഘവന്റെ അനിയന്റെ കഥാപാത്രം ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ഇവരുടെ എല്ലാം കൊച്ചാപ്പന്റെ റോൾ ചെയ്യുന്നത് പുള്ളി ശരിക്കും ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ ആയിരുന്നു. പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫിലിമിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന നമ്മുടെ സുമേഷ് പരമേശ്വറാണ്. മ്യൂസിക് കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം ബി ജി എം ഒക്കെ അടിപൊളിയായിരുന്നു. ഒരുപാട് ബി ജി എം ഇട്ടുള്ള പരിപാടിയൊന്നും ഉണ്ടായില്ല. കുറെ സൈലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ഹൈ റേഞ്ച് ഏരിയയിലുള്ള ആംബിയൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫിലിമിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്യാമറ വർക്കാണ്. അരവിന്ദ് കണ്ണാമ്പ്രിയൻ പുള്ളിയാണ് ഈ ഫിലിമിന്റെ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വർക്ക് തന്നെയായിരുന്നു. ആ ഹൈ റേഞ്ച് ഏരിയയിൽ നല്ല രീതിയിൽ തന്നെ അത് പുള്ളി ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഷോട്ടും ഫ്രെയിമും എല്ലാം നല്ല രീതിയിൽ തന്നെ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫിലിം കണ്ടിട്ടിരിക്കുമ്പോൾ ഒരു ഫീലാണ്, നമ്മളൊരു ഹൈ റേഞ്ച് ഏരിയയിലേക്ക് ഒരു ട്രിപ്പ് പോയൊരു ഫീലാണ് നമ്മൾ ഈ ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ ആകെ മൊത്തത്തിൽ കഥാപാത്രങ്ങളുടെ നല്ലൊരു പെർഫോമൻസ് ഒക്കെ ഉള്ള അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു ത്രില്ലർ മൂവി തന്നെയാണ് ഔസേപ്പിന്റെ ഒസ്യത്ത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.